കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ശ്രീ മൂകാംബിക ക്ഷേത്രം. എല്ലാവർക്കും അറിയാം, ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ജാതിപദം ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശരിക്ക് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന ശതചണ്ഡികാ ഹോമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കണേ.
ശതചണ്ഡികാ ഹോമം. ശതചണ്ഡികാ ഹോമം എന്ന് പറയുമ്പോൾ ശതചണ്ഡികാ ഹോമം അല്ല, ശരിക്ക് ശതചണ്ഡികാ യാഗമാണ്. അവിടെ 4 തരത്തിലുള്ള ഹോമങ്ങളുണ്ട്. സാധാ ചണ്ഡികാ ഹോമം, നവചണ്ഡികാ ഹോമം, ശതചണ്ഡികാ ഹോമം, സഹസ്ര ചണ്ഡികാ ഹോമം. അതിൽ ശതചണ്ഡികാ ഹോമവും സഹസ്ര ചണ്ഡികാ ഹോമത്തിനെ യാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഹായാഗങ്ങളാണത്. ഇപ്പോൾ മൂകാംബിക അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മയെക്കുറിച്ച് പറയാൻ ഞാൻ 1% പോലും യോഗ്യനല്ല. എനിക്കത്രയ്ക്കുള്ള അറിവില്ല. കാരണം പരാശക്തിയാണ് മൂകാംബികയിൽ കുടികൊള്ളുന്നത്. പരാശക്തി എന്ന് പറയുമ്പോൾ സർവ്വതിൻ്റെയും അധിപതി, 14 ലോകങ്ങളുടെയും അധിപതി, ഭൂലോകമാതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിച്ചാൽ പോലും അത് ചെറുതായി പോവും. ഹിന്ദു ആചാരപ്രകാരം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികളാണ് ശരിക്ക് ശക്തി ദേവന്മാരായി സങ്കല്പിക്കുന്നത്. കാരണം സർവ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി അമ്മയുടെ മക്കളായി ജനിച്ച, അല്ലെങ്കിൽ ത്രിമൂർത്തികൾക്കും അമ്മയുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹാദേവനും മാതാവുണ്ട്. ത്രിമൂർത്തികളുടെ മാതാവാണ് ശരിക്ക് മൂകാംബിക അമ്മ. ഇപ്പം മൂകാംബിക ദേവിയുടെ പവർ മനസ്സിലായല്ലോ. ത്രിമൂർത്തികളുടെയും മാതാവാണ്. അതുകൊണ്ടാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം അവിടെ 3 നേരത്ത് 3 അമ്മമാർക്ക് പൂജ ചെയ്യാണ്. രാവിലെ മഹാകാളിയായിട്ടും, ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടും, മഹാസരസ്വതിയായിട്ടും 3 രൂപത്തിൽ 3 നേരവും പൂജ നടക്കാറുണ്ട്. 3 നേരത്തെ പൂജയിലും മേൽശാന്തിമാർ മാറിക്കൊണ്ടിരിക്കും. കാരണം ഒരു വിഗ്രഹത്തിൽ, ഒരു രൂപത്തിലാണ് അമ്മ 3 പ്രാവശ്യവും കുടികൊള്ളുന്നത്. 3 പ്രാവശ്യവും അമ്മയുടെ മുഖം മാറും. രാവിലെ ഇരിക്കുന്ന രൂപമല്ല ഉച്ചയ്ക്കുള്ള രൂപമല്ല രാത്രി. അത്ര സവിശേഷമാണ് അമ്മയുടെ മായാ വലയത്തിൽ ചെന്ന് തൊഴുന്നവർക്ക്. ശരിക്ക് അമ്മയാണ് എല്ലാവരുടെയും മാതാവാണ്, ലോകമാതാവാണ്. നമ്മളൊരു ദേവീക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഭഗവതിയായിട്ടോ ഭദ്രകാളിയായിട്ടോ സരസ്വതിയായിട്ടോ ആയിരിക്കും കുടികൊള്ളുക. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ആണ് മൂകാംബിക ക്ഷേത്രം. ശ്രീ ശങ്കരാചാര്യർ ത്വരിതപ്പെടുത്തിയ പൂജാതിവിധികളാണ് അവിടെ നടന്നു വരുന്നത്. ശങ്കരാചാര്യർ തന്നെ ഭൂമിയെ അല്ലെങ്കിൽ ഭാരതത്തെ വലം വച്ച് ശക്തിപീഠങ്ങൾ സ്ഥാപിച്ച മഹാഗുരുവാണ്. ചുരുക്കം പ്രായത്തിനകത്ത് 32 വയസ്സിനുള്ളിൽ ഭാരതത്തെ വലം വച്ച് അമ്മയുടെ മഹാക്ഷേത്രങ്ങൾക്കെല്ലാം പൂജാവിധികൾ നിർദ്ദേശിച്ച മഹാഗുരു ആണ്. സർവജ്ഞപീഠം സർവജ്ഞപീഠം കയറാനായിട്ട് ഉപയോഗിച്ച സ്ഥലമാണ്. ഹിമാലയത്തിലൊക്കെ അദ്ദേഹം മഠം സ്ഥാപിച്ചു എങ്കിലും അദ്ദേഹം സർവജ്ഞപീഠം കയറാൻ കണ്ടെത്തിയ സ്ഥലമാണ് ശരിക്ക് അംബാവനം, മൂകാംബികയിൽ അംബാവനം. സർവജ്ഞപീഠം, അവിടെ സർവജ്ഞപീഠം ചിത്രമുല ഗുഹയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സർവജ്ഞപീഠം കയറിയ സ്ഥലമുണ്ട് ശങ്കരാചാര്യർ. അവിടെയാണ് അമ്മയെ 3 ദേവിമാരെയും മഹാമായമായ 3 ദേവിമാരെയും പ്രത്യക്ഷപ്പെടുത്തി. ദേവിമാരെ 3 പേരെ പ്രത്യക്ഷപ്പെടുത്തി. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. 3 പേരെയും പ്രത്യക്ഷപ്പെടുത്തിയിട്ട് 3 പേരെയും എനിക്ക് ഒറ്റ രൂപമായി കാണണം എന്ന് പറഞ്ഞ് ഒരു രൂപമാക്കി അമ്മയെ മാറ്റിയതാണ്
ത്രിപുരസുന്ദരി. ത്രിപുരസുന്ദരി ആണ് ശരിക്കും മൂകാംബിക അമ്മ. ഈ മഹാശക്തി സ്വരൂപിണിയായ ദേവിയെ എനിക്ക് എൻ്റെ നാടായ കേരളത്തിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തിന് തോന്നിയ ഒരു അനുഗ്രഹം, എൻ്റെ നാട് ധന്യമാവും, ശരിക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് അമ്മയെ കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അമ്മയുടെ കൂടെ ആ ഒരു പുത്രവാത്സല്യത്തോടു കൂടി ആവശ്യപ്പെട്ടു, അമ്മ എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം, എൻ്റെ സ്ഥലത്ത് വരണം. ഇങ്ങനെ ആവശ്യപ്പെട്ട് അമ്മ അനുവദിച്ചു. ഒരു വ്യവസ്ഥ, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ മുമ്പേ നടന്നുകൊള്ളുക, എവിടെ വച്ച് നീ തിരിഞ്ഞു നോക്കുന്നുവോ അവിടം വരെ ഞാൻ യാത്ര ചെയ്യുള്ളൂ. ഈ ഒരു വ്യവസ്ഥയുടെ രീതിയിൽ മഹാഗുരു ഫ്രണ്ടിലേക്കും ബാക്കിൽ നിന്ന് പ്രപഞ്ചമാതാവും കൂടി സഞ്ചരിച്ച് വരികയാണ്. ഓരോ അമ്മയുടെ കാൽവയ്പ്പിലും ചെലമ്പൊലിയുടെ നാദം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പം അദ്ദേഹം സഞ്ചരിച്ച് ശരിക്കും മൂകാംബിക, ഇന്നത്തെ മൂകാംബിക സൗപർണിക നദിയുടെ അടുത്ത് വരെ എത്തി. നദി കടന്ന് മഹാമുനി അടുത്ത നദി കടന്ന് പോയി മുമ്പോട്ട് നടക്കുന്ന സമയത്ത് അമ്മയുടെ ചെലമ്പിൻ്റെ നാദം കേൾക്കാനില്ല. നാദം കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. അപ്പോഴും ഒരു സൗണ്ടുമില്ല. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയാൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കാരണം അതിനേക്കാൾ മഹാമായയാണ് ബാക്കിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുടർന്നത്. അദ്ദേഹം വീണ്ടും നടന്നു. അദ്ദേഹം സങ്കടവാനായി, അമ്മ വരുന്നില്ലയോ, അമ്മ നദിക്ക് അക്കരെ നിൽക്കുകയാണോ എന്നൊക്കെയുള്ള വിഷമത്താൽ അദ്ദേഹം കുറച്ചു നേരം നിന്നു. എന്നിട്ട് പതുക്കെ തിരിഞ്ഞു നോക്കി. അപ്പോൾ സർവാലങ്കാര ഭൂഷിതയായിട്ട് അമ്മ തൊട്ട് ബാക്കിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ വാക്ക് ലംഘിച്ചു. എവിടെ വച്ച് തിരിഞ്ഞു നോക്കുന്നുവോ അതുവരെ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര തുടർന്നത്. അങ്ങനെ അമ്മ നിന്ന ആ സ്ഥലമാണ് ഇന്ന് മൂകാംബിക വിഗ്രഹം ഇരിക്കുന്ന ആ സ്ഥലം. അപ്പോൾ മഹാമുനിയാവട്ട് വളരെ സങ്കടവാനായി നിലവിളിച്ചു കരഞ്ഞു. അമ്മയുടെ പാദത്തിൽ വീണ് യാചിച്ചു, അമ്മ നാട്ടിൽ വരണം, എൻ്റെ സ്ഥലത്ത് വരണം. അപ്പോൾ അമ്മ കൊടുത്ത ഒരു വാക്കാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ നിർമ്മാല്യ സമയത്ത് നിൻ്റെ സ്ഥലമായ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നുകൊള്ളാം, ചോറ്റാനിക്കരയിൽ ഞാൻ വന്നുകൊള്ളാം. അതുകൊണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിർമ്മാല്യമില്ല, രാത്രി തന്നെ നിർമ്മാല്യം നടക്കുകയാണ്. എല്ലാ ഇതും കഴിഞ്ഞ് എല്ലാം മാറ്റി കഷായ തീർത്ഥവും കഴിഞ്ഞ് ആണ് അമ്മ നടയടയ്ക്കണേ. കാരണം രാവിലെ അമ്മ കേരളത്തിലേക്ക് വരും, ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് വരും. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ സ്ഥലത്തുള്ള ഒരാളെങ്കിലും ഇല്ലാത്ത ദിവസം ഞാൻ പൂജ പറ്റൂല. മറ്റൊന്ന്, നിൻ്റെ സ്ഥലത്തുനിന്ന് വരണവരെ ഞാൻ പ്രത്യേകമായി കണ്ടോളാം. ഇതെല്ലാം അമ്മ കൊടുത്ത വാക്കാണ്. അതുകൊണ്ടാണ് കേരള മക്കൾക്ക് ഇന്നും അവർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ മൂകാംബികയിൽ കൂടുതലും കേരളക്കാർ, കേരളത്തിൽ നിന്ന് വളരെ അകലെയാണ് ക്ഷേത്രമെങ്കിൽ പോലും കേരളക്കാർക്ക് പ്രത്യേക അമ്മയുടെ വാത്സല്യം ഈ മുനിയുടെ കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യകേന്ദ്രമാണ് മൂകാംബിക. ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന സ്വയംഭൂലിംഗമുണ്ട്. അതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
ഇവിടെ ഗ്രഹണസമയത്ത് നട അടയ്ക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പവുമുണ്ട്. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള സിംഹവാഹിനിയായ മൂകാംബികാദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. ദേവീപ്രതിഷ്ഠയ്ക്ക് പുറമെ ഇവിടെ പ്രധാനമായും കാണാനുള്ളത് കോലമഹർഷിയുടെ മഹാസമാധിയാണ്. ഇതുകൂടാതെ പഞ്ചമുഖ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, മഹാവിഷ്ണു, വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക. സഹ്യപർവ്വത നിരകളിൽ നിന്നും 64 പുണ്യതീർത്ഥങ്ങളായി ഒഴുകുന്ന സൗപർണികയിലേക്ക് പാദങ്ങൾ പുൽകുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മാനുഭൂതിയാണ് അനുഭവപ്പെടുന്നത്. പുണ്യജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരികയാണ്. ഗരുഡൻ തൻ്റെ മാതാവിനെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടയായ ദേവി തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു. മൂകാംബികയിലെത്തുന്നവർ നിർബന്ധമായും പോയിരിക്കേണ്ട ഒരിടമാണ് കുടജാദ്രി. സഹ്യപർവ്വത നിരകളിൽ വച്ച് 1343 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത സൈഡിലായിട്ട് ഗണപതി ഗുഹയുണ്ട്. ഇപ്പോൾ ഗണപതി ഗുഹ എന്ന് പറയുമ്പോൾ ഈ അംബാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. അംബാവനത്തിൽ തന്നെ വിഘ്നേശ്വരനെ തൊഴുത് വേണം സർവജ്ഞപീഠത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ മഹർഷിവര്യന്മാരും ആദ്യം ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചതിന് ശേഷമാണ് സർവജ്ഞപീഠം കയറാനും അതുപോലെ അവർ ചിത്രമുല മുഖയിൽ പോയി തപസ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു എന്നാണ്.
അപ്പോൾ അതിൻ്റെ മുഖ്യ ആരംഭ സ്ഥാനമാണ് ഈ ഗണപതി ഗുഹ. വനപ്രദേശത്തിലൂടെ മുന്നോട്ട് നടന്ന് ഗണേശഗുഹയും കണ്ട് ആദിശങ്കരൻ്റെ സർവജ്ഞപീഠത്തിലെത്താം. ആദിശങ്കരൻ ഇവിടെ ദേവീ സാന്നിധ്യം അറിയുകയും തപസ്സിരുന്നു എന്നുമാണ് ഐതിഹ്യം. ശ്രീ ശങ്കരാചാര്യരുടെ തപോശക്തിയിൽ പ്രസന്നയായ ദേവി ഇവിടെയാണ് ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗുഡജാദ്രിയിൽ വന്നിട്ട് സർവജ്ഞപീഠം കയറിയിരിക്കുകയാണ്. സർവജ്ഞപീഠം എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ട അറിവെങ്കിലും ഉണ്ടായിരിക്കും. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ ശരിക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗുഡജാദ്രി കയറി സർവജ്ഞപീഠം കയറുക എന്നത്. ഈ സർവജ്ഞപീഠത്തിനൊരു പ്രത്യേകതയുണ്ട്. സർവജ്ഞപീഠത്തിൻ്റെ പ്രത്യേകത, എത്രയോ കാലങ്ങളായി സന്യാസി വര്യന്മാർ തപസ് അനുഷ്ഠിക്കാൻ വരുന്ന പ്രദേശമാണ് അംബാവനത്തിൽ പൊതുവെ. അതിൽ പല ഗുഹാഭാഗങ്ങളുണ്ട്. അവിടേക്ക് ഇരുന്നാണ് സാധാരണയായി തപസ് അനുഷ്ഠിക്കാറുള്ളത്. അങ്ങനെ അവസാനം ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ സർവജ്ഞപീഠം കയറി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഈ പുണ്യ ഭൂമി. ഇന്നൊരു മഹായാഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഭൂമിയിലെത്തിയത്. അപ്പോൾ ആ ഗുരുവിൻ്റെ എത്രയോ പേരുടെ സമാധിയുടെ പുണ്യഭൂമിയാണ് ഇവിടെ. എത്രയോ ആചാര്യന്മാർ, എത്രയോ ഗുരുക്കന്മാരുടെ സമാധി എന്ന് പറയുമ്പോൾ ശരീരം മാത്രമേ നശിച്ചുള്ളൂ. ആ പരമാത്മാവ് ഈ അംബാവനത്തിൽ കുടികൊള്ളുന്നു. അവരുടെ എല്ലാ പേരുടെയും അനുഗ്രഹം ഞങ്ങളെ മഹാഹോമത്തിന് വേണ്ടി യാചിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. യാത്രയിൽ പ്രകൃതി തന്നെ സമ്മാനിക്കുന്ന മനോഹാരിത മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നു. ആ ഉന്മേഷത്തോടെ ഭംഗി ആസ്വദിച്ച് ഈ ഇടുങ്ങിയ പാതയിലൂടെ താഴേക്കിറങ്ങിയാൽ ചിത്രമൂല ഗുഹയിലെത്തും. നമ്മൾ ഗുഡജാദ്രിയിൽ ചിത്രമുല ഗുഹയിലാണ് ഇപ്പോഴുള്ളത്. ചിത്രമുല ഗുഹ എന്ന് പറയുമ്പോൾ മൂകാംബികയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പരമോന്നതമായ സ്ഥാനമാണ്. പണ്ട് വളരെ ശക്തമായിട്ടുള്ള സന്യാസി വര്യന്മാർ തപസ് അനുഷ്ഠിച്ച പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എല്ലാവരും തപസ് അനുഷ്ഠിച്ച് ദേവതകളെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇരുന്നെന്നാണ് സങ്കല്പം. ഇവിടെ തന്നെ ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ക്ഷീണമൊക്കെ എത്ര വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ എത്തുക. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളെ ക്ഷീണം എല്ലാം അകന്ന് നമ്മൾ എത്ര യാത്ര തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഇരുന്നോ അതേ രീതിയിലേക്ക് നമ്മളെ പ്രകൃതി ശക്തി മാറ്റുകയാണ് ചെയ്യുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ തപസ് അനുഷ്ഠിച്ച കോലമഹർഷി ആണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് കോലാപുരമായത്. അത് ലോപിച്ചാണ് കൊല്ലൂരായത്. ആ മഹാമഹർഷി വര്യൻ തപസ് അനുഷ്ഠിച്ചിട്ട് മൂകാംബിക ഇന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഇരുന്നാണ് തപസ് അനുഷ്ഠിച്ച് അവസാനം ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പോൾ കൂടുതൽ സമയം ചെലവഴിച്ച് അത്രയും മന്ത്രോച്ചാരണം ചെയ്ത് ശക്തി കംപ്ലീറ്റ് സംഭരിച്ച സ്ഥലമാണ് ഈ ചിത്രമൂല ഗുഹ. അപ്പോൾ അദ്ദേഹത്തിന് തപസ്സിനിടയിൽ പെട്ടെന്ന് വെള്ളദാഹം ഉണ്ടായി. ദാഹം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടത്തേക്ക് വെള്ളം കിട്ടണമെങ്കിൽ വളരെ നമ്മൾ എത്രയും ദൂരം പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആഹാരമൊക്കെ കഴിക്കാതെ വർഷങ്ങളോളം ഇരുന്ന ആ അവസ്ഥയിൽ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് കുറച്ച് വെള്ളം കിട്ടണമെന്നുള്ള ആഗ്രഹം വന്നു. ആ സമയത്ത് അമ്മ ഈ പാറയ്ക്കുള്ളിലൂടെ തന്നെ കൊണ്ടുകൊടുത്ത അരുവിയാണ് ഈ കാണുന്ന ജലം ഒഴുകി വരുന്ന ഈ സ്ഥലം. അപ്പോൾ ഈ വെള്ളത്തിനുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് ആര് ഈ വെള്ളം കുടിച്ചിവിടെ ഇരിക്കുന്നുവോ അവർക്കും വിശപ്പും ദാഹവും ഉണ്ടാവില്ലെന്നാണ്. ദാഹം മാത്രമല്ല, അവർക്ക് വിശപ്പും ഉണ്ടാകത്തില്ല. അങ്ങനെ അമ്മ കൊടുത്ത പുണ്യ തീർത്ഥമാണ് ഈ ഒഴുകുന്ന തീർത്ഥം. അതുപോലെ
നാഗരാജാവിൻ്റെ വാസസ്ഥലവും കൂടിയാണ് ഇതിനകമെന്ന് മനസ്സിലാക്കുക. ഉഗ്രനാഗങ്ങൾ കുടികൊള്ളുന്ന ഒരു ഗുഹയാണിത്. പക്ഷേ എങ്കിലും പലപ്പോഴും അറിയാതെ അതിൻ്റെ ദേഹത്ത് ചവിട്ടുകയും അതുപോലെ അതിൻ്റെ മീതെ ഓർമ്മിക്കാതെ രാത്രി കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആരെയും ഉപദ്രവിക്കുകയോ അവർ ശരിക്ക് അമ്മയുടെ കാവൽക്കാരെന്ന പോലെ അവരിവിടെ കുടികൊള്ളുന്ന ഉഗ്രനാഗങ്ങൾ, ഏറ്റവും കിങ് കോബ്രയുടെ ഏറ്റവും സ്ഥലമാണ്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കരുനാഗമാണ്. കരുനാഗം എന്ന് പറയുമ്പോൾ വൃക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. മഹാദേവൻ്റെ കഴുത്തിലൊക്കെ കിടക്കുന്നതായി നമുക്ക് കാണാം. അത്ര ശക്തമായിട്ടുള്ള കരുനാഗത്തിൻ്റെ വാസസ്ഥലവും കൂടിയാണ് ഈ ഗുഹ. അപ്പം ഇതിൻ്റെ ശരിക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ ഗുരുക്കന്മാരുടെ എല്ലാം ആത്മാക്കളെ നമ്മൾ ഹോമ സ്ഥലത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. നാളെ ഹോമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഗുരുവിൻ്റെ പേരിലുള്ള ഹോമം അടുത്ത എല്ലാ മഹത് ഗുരുക്കളെയും അതിന് കൂടെ ക്ഷണിക്കുകയാണ്. നമ്മളിപ്പോൾ ഗുഡജാദ്രിയിൽ നിൽക്കുകയാണ്. ഗുഡജാദ്രിയിൽ തന്നെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് മുകൾ ഭാഗത്ത് സാത്വികമായിട്ടും താഴെ തന്നെ ദേവി, അതുപോലെ കാലഭൈരവൻ, അതിനൊപ്പം തന്നെ ശക്തി ദേവി, ഇവരെല്ലാം അടങ്ങുന്ന സ്ഥലമാണ് ഈ താഴെയുള്ള ഈ ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മൂകാസുരനെ അമ്മ വധിച്ചത് ഇവിടെ വച്ചാണ്. ഈ തൃശൂലം കൊണ്ടാണ് അമ്മ മൂകാസുരനെ വധിച്ചത്. ആ മൂകാസുരൻ വധിക്കപ്പെട്ട സ്ഥലമാണ് ഇവിടെ. ആ ശൂലം തന്നെ അത്രയ്ക്ക് ഭൂമിക്ക് അടിയിലേക്ക് പോയെന്നാണ്. അത്രയും ഈ ശൂലത്തിൻ്റെ വലിപ്പം തന്നെ എത്രയോ അടി വലിപ്പത്തിലാണ് ശൂലമുള്ളത്. ഇതിൻ്റെ എത്രയോ അടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ ഉഗ്രരൂപിണിയായിട്ടാണ് ദേവി മൂകാസുരനെ വധിക്കാനുള്ളത്. കാരണം അസുരൻ എത്ര വലിപ്പത്തിലുണ്ടായിരുന്നോ അത്രയും വലിപ്പത്തിലേക്ക് ദേവി മാറിയെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും മൂകാസുരൻ അത്ര ശക്തനായിരുന്നു, അത്ര വലിപ്പവും അത്ര എല്ലാവർക്കും ഭയം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ വധിച്ച സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം. ഈ തൃശൂലത്തിനൊരു പ്രത്യേകതയുള്ളത് പല വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഇതിൻ്റെ ഭാഗം രാവി കൊണ്ടുപോയിട്ട് ഏത് ലോകമാണെന്ന് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഏത് ലോകമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ലോകം ഇന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു മെറ്റീരിയലാണ് ഈ ശൂലമായിട്ട് നമ്മളിന്ന് കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പൂജാവിധിയും മറ്റ് പൂജകളൊക്കെ നടക്കുമെങ്കിലും പ്രധാനമായിട്ട് കാലഭൈരവനും അതുപോലെ ചാവുണ്ടി ദേവിക്കുമൊക്കെ ചെയ്യുന്ന പൂജ ശക്തി പൂജ എന്ന് പറയുന്ന മറ്റ് പൂജകൾക്ക് വ്യത്യസ്തമാണ്. ശക്തി പൂജ എന്ത് ശത്രുദോഷത്തെയും എന്ത് മാരകമായിട്ടുള്ള ദോഷത്തെയും അകറ്റാനുള്ള ശക്തി പൂജ കൊണ്ടുണ്ടാകുമെന്നാണ്. ശക്തി പൂജയ്ക്ക് പ്രധാനമായിട്ട് ചേർന്നത് മറ്റ് സാത്വിക പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ കോഴിയെ കൊന്ന് അതിൻ്റെ മാംസവും അതുപോലെ മദ്യവുമാണ് അമ്മയ്ക്ക് നേദിക്കുന്നത്. കാലഭൈരവനും ഇവർക്ക് നേദിക്കുന്ന നിവേദ്യമായിട്ട് കൊടുക്കുന്ന ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രാത്രി സമയത്താണ് ഈ പൂജ ചെയ്യണത്. സന്ധ്യയ്ക്ക് ശേഷമേ ഈ പൂജ ചെയ്യുള്ളൂ. അത്ര ശക്തിവത്തായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശം തന്നെ വളരെ ഭയാനകമായിട്ടുള്ള പ്രദേശമാണ്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഈ ഭാഗത്ത് ആളുകൾ സാധാരണയായിട്ട് കിടന്നുറങ്ങാറില്ല. കാരണം അത്രയ്ക്ക് മൂകാസുരനെ വധിച്ച സ്ഥലമാണ്. മറ്റ് രാക്ഷസന്മാരെയും വധിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടം. അപ്പോൾ അങ്ങനെ ഒരു ശ്മശാന ഭൂമി പോലെയുള്ള ഒരു പ്രദേശമാണ്. അപ്പം അത്ര പ്രാർത്ഥന കൊണ്ടും ഈ ദേവീദേവന്മാരുടെ ശക്തി കൊണ്ടുമൊക്കെ ഇത് പുണ്യഭൂമിയായി മാറി എന്ന് മാത്രം. ഇതൊക്കെ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. അത്ര ശക്തിവത്തായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പുണ്യഭൂമി, ഈ പ്രദേശം കാണാനായിട്ട് മൂകാംബി അമ്മ സഹായിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
അടുത്ത എപ്പിസോഡിൽ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന ചണ്ഡികാ യാഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാം.